രാധേ രാധേ. ശ്രീരാമനാമം ജപസാരസാഗരം സീതാഭിരാമം ജനിമോക്ഷദായകം. ശ്രീരാമനാമം ജപസാരസാഗരം സീതാഭിരാമം ജനിമോക്ഷദായകം. സരയൂ നദി പോൽ തളിരിടുമാത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം സീതാഭിരാമം ജനിമോക്ഷദായകം. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീറാം. ദശകം 93 നാരായണീയത്തിൻ്റെ 24 ഗുരുക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം 24 ഗുരുക്കന്മാരെന്നുള്ളതാണ്. കുറച്ച് ലൈറ്റ് അടിക്കുന്ന വെട്ടത്തിൻ്റെ ആ ഒരു കുറവ് തോന്നുന്നുണ്ടല്ലേ? ലൈറ്റ് അടിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല അല്ലേ? ഇതിപ്പോൾ ക്ലിയർ ആയിട്ടില്ലേ? ശരി. ഹരേ കൃഷ്ണ. അപ്പോൾ വായിക്കാം. ബന്ധുസ്നേഹം വിജഹ്യാം തവ ഹി കരുണയാ ത്വയുപാവേശിതാത്മാ സർവം ത്യക്ത്വാ ചരേയം സകലമപി ജഗദീശ്യമായാ വിലാസം ഹാ നാനാത്വാത് ഭ്രാന്തിജന്യാത് സതി ഖലു ഗുണദോഷാവബോധേ വിദിർവാ വ്യാസേദോ വാ കഥം തൗ ത്വയി നിഹിതമതേർവീത വൈഷമ്യബുദ്ധേഹ. അങ്ങയിൽ എല്ലാം സമർപ്പിച്ചവനായി അവിടുത്തെ കാരുണ്യത്താൽ ബന്ധുക്കളോടുള്ള മമതയെല്ലാം അടിയൻ ഉപേക്ഷിച്ചു കൊള്ളാം. ഈ ലോകം മായാബന്ധനമാണെന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചവനായി അടിയൻ സഞ്ചരിച്ചു കൊള്ളാം. മായയാലുള്ള വിഭ്രാന്തിയിൽ ഉണ്ടാകുന്ന നാനാത്വം എന്ന ഭേദബുദ്ധിയിൽ നിന്ന് സംഭവിക്കുന്ന ഗുണദോഷ ജ്ഞാനത്താലാണ് ഒരുവന് വിധി നിഷേധങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അവിടത്തിൽ മനസ്സർപ്പിച്ചവനും ഈ ഭേദബുദ്ധിക്ക് അതീതനുമായ ഒരുവന് എപ്രകാരമാണ് വിധി നിഷേധങ്ങൾ ഉണ്ടാവുക? അപ്പോൾ ഭഗവാനോട് പറയുകയാണ്, അങ്ങയിലെല്ലാം സമർപ്പിച്ചനായിട്ട് അവിടുത്തെ കാരുണ്യത്താൽ ബന്ധുക്കളോട് പോലുമുള്ള മമതയെല്ലാം അടിയൻ ഉപേക്ഷിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ആ ബന്ധുക്കൾക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവർക്ക് നല്ലത് വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷെ അവരിലുള്ള മമതയെല്ലാം ഉപേക്ഷിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ഈ ലോകം എന്ന് പറയുന്നത് മായാബന്ധനമാണ്. അപ്പം ഈ ലോകം എന്ന് പറയുന്നത് മായാബന്ധനമാണ്. ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചവനായി അടിയൻ സഞ്ചരിച്ചു കൊള്ളാം. അങ്ങനെ ദൃഢമായി ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചവനായി അടിയൻ സഞ്ചരിച്ചു കൊള്ളാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ സന്യാസത്തിലേക്ക് വരുന്ന സമയത്തായാലും നമുക്ക് കുറേ കർമ്മബന്ധങ്ങളുണ്ടല്ലേ? അപ്പം ആ കർമ്മബന്ധനങ്ങളിൽപ്പെട്ട് നമ്മൾ ഉഴലുകയാണ്. അപ്പം ആ കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ബാക്കിയെല്ലാം ഭഗവാനിൽ വിട്ടുകൊടുക്കാം. അപ്പം അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ഒടുങ്ങിക്കഴിയുമ്പോൾ പൂർണ്ണമായും ഭഗവാനിലേക്ക് എത്താൻ കഴിയും. നമുക്ക് ജീവിതത്തിൽ ഓരോ ആശ്രമങ്ങളുണ്ടല്ലേ? ഗൃഹസ്ഥാശ്രമമുണ്ട്, അതുപോലെ ആദ്യമേ സന്യാസാശ്രമം, ആദ്യമേ ബാല്യം, പിന്നീട് ഗൃഹസ്ഥാശ്രമം ഉണ്ട്, അവസാനം ആണ് സന്യാസം വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ആശ്രമങ്ങളുണ്ട് നമുക്ക്. അപ്പം ഈ ആശ്രമങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ സമയത്ത് ചെയ്യുക അല്ലേ? അപ്പം അതെല്ലാം ചെയ്തിട്ട് ഭഗവാനിൽ ആ ഒരു ഭക്തിയും കൂടി വരുമ്പോഴാണ് അതിൽ പൂർണ്ണത ഉണ്ടാവുന്നത്. ശുതൃഷ്ണാലോപമാത്രേ സതതകൃതിതയോ ജന്തവ സന്ധ്യനന്ദാ സ്തോഫ്യാ വിജ്ഞാനവത്വാത് പുരുഷ ഇഹ വരസ്തജ്ജ നിർദുർലഭൈഫൈവഃ തത്രാപ്യാത്മാത്മനഃ സ്യാത് സുഹൃതഭിചാരിപുർയസ്ത്വയി നിസ്തചേതാസ്താപോ ചിത്തേരുപായം സ്മരതി സഹി സുഹൃത്
സാന്മവൈരീ തതോ വന്യഃ. വിശപ്പും ദാഹവും തീർക്കുന്നതിൽ മാത്രം ചിന്തയുള്ളവരായ എണ്ണമറ്റ ജന്തുക്കൾ ഈ ലോകത്തുണ്ട്. വിജ്ഞാനമുണ്ട് എന്നതിനാൽ മനുഷ്യൻ അവയിൽ നിന്നും ശ്രേഷ്ഠനായിരിക്കുന്നു. വളരെ ദുർലഭമായ ഒന്നാണ് മനുഷ്യജന്മം. ഈ ജന്മത്തിൽ അവൻ തന്നെയാണ് സുഹൃത്തും അവൻ തന്നെയാണ് ശത്രുവും. അങ്ങയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് സംസാരതാപം തീർക്കാനുള്ള ഉപായം കണ്ടെത്തുന്നവനാണ് സുഹൃത്ത്. അങ്ങനെയല്ലാതുള്ളവർ അവന് തന്നെ ശത്രുവായിത്തീരുന്നു. അപ്പോൾ ഭഗവാനിൽ തന്നെ ആ മനസ്സ് ഉറപ്പിച്ചിട്ട് ഭഗവാനിൽ ആ ഒരു ഭക്തി കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് അവർ തന്നെ മിത്രമാകുന്നത്. അല്ലാത്തവരെല്ലാം അവർക്ക് അവർ തന്നെ ശത്രുവായിട്ട് മാറുകയാണ്. വിശപ്പും ദാഹവും തീർക്കുന്നതിൽ മാത്രം ചിന്തയുള്ള എണ്ണമറ്റ ജന്തുക്കൾ, അതായത് അവർക്ക് എന്താ വെച്ചാൽ വിശപ്പും ദാഹവും തീർക്കാന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഭഗവത് ചിന്തയില്ല, അല്ലാതുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ അവർക്കെന്ന് പറയുന്നത് അത് വളരെ അവർക്കറിയില്ല മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ ദുർലഭമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അവർക്കറിയില്ല. അവർ ആ ഒരു മായയിൽ പെട്ട് കിടക്കുകയാണ്, അല്ലേ? അപ്പൊ ആ ഒരു മായാ പ്രകൃതിയിൽ അവര് പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അവര് ഭഗവാനിലേക്ക് വരണം എന്നാണ് പറയുന്നത് ഇവിടെ. തത്കാരുണ്യേ പ്രവൃത്തേ കൈവനഹി ഗുരുർലോകവൃത്തേഫഭിഭൂമൻ സർവാക്രാന്താഭിഭൂമിർനഹി ചിലദിതഃ തസ്ക്ഷമാം ശിക്ഷയേയം ഹ ഗൃഹിണീയാമീശ തത്തദ്വിഷയപരിചയേ വ്യപ്യപ്രസക്തിം സമീരാദ്യാപ്തത്വം ചാന്മനോ മേ ഗഗനഗുരുവശാത് ഫാതു നിർലേപദാച. അല്ലയോ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാനേ, അവിടുത്തെ കാരുണ്യത്താൽ ഇക്കാണുന്ന ലോകകാര്യങ്ങളിലെ ഏതിൽ നിന്നും ഗുരുവിനെ കണ്ടെത്താം. എല്ലാത്തിനാലും ആക്രമിക്കപ്പെട്ടിട്ടും ശോഭിച്ചിളകാതിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഭൂമിയാകുന്ന ഗുരുവിൽ നിന്ന് ക്ഷമയെ അഭ്യസിച്ചു കൊള്ളാം. എല്ലാത്തിനോടും സംസർഗം ഉണ്ടായിട്ടും ഒന്നിനോടും കൂടിച്ചേരാതെ നിൽക്കുന്ന വായുവിൽ നിന്ന് വായുവാകുന്ന ഗുരുവിൽ നിന്ന് അടിയൻ നിസ്സംഗതയെ അഭ്യസിച്ചു കൊള്ളാം. ആത്മാവിനെ പോലും സർവവ്യാപ്തിത്വവും സ്പർശരഹിതമായ നിർലേപത്വവും ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് അടിയൻ ഉണ്ടാകട്ടെ. അപ്പോൾ എന്താ പറയുന്നത്? ഭൂമിയാകുന്ന ഗുരുവിൽ നിന്നും, അതുപോലെ എങ്ങനെയാണ് വായുവാകുന്ന ഗുരുവിൽ നിന്നും ഭഗവാനിൽ ആ ഭക്തി ആ ഗുരുവിനെ കണ്ടെത്തിക്കൊള്ളാം എന്നാണ് പറയുന്നത്. അതായത് വായുവാകുന്ന ഗുരുവിൽ നിന്ന് പഠിക്കാൻ, അതേപോലെ ഭൂമിയാകുന്ന ഗുരുവിൽ നിന്ന് പഠിക്കാൻ, എല്ലാത്തിനോടും സംസർഗം ഉണ്ടായിട്ടും ഒന്നിനോടും കൂടിച്ചേരാതെ, അതായത് എല്ലാത്തിനോടും സംസർഗമുണ്ട് എന്നാൽ പോലും ഒന്നിനോടും കൂടിച്ചേരാതെ അങ്ങനെ ഭഗവാനിലേക്ക് ആ ഒരു മനസ്സ് കൊണ്ടുവന്ന് അങ്ങനെയുള്ള ആ ഗുരുവിനെ കണ്ടെത്തി, എങ്ങനെയുള്ളതാണ് ഭൂമിയാകുന്ന ഗുരുവിൽ നിന്നും അതുപോലെ വായുവാകുന്ന ഗുരുവിൽ നിന്നുമൊക്കെ ആ ഒരു ശിക്ഷണം സ്വീകരിച്ച് ആ ഗുരുത്വം സ്വീകരിച്ച് ഭഗവാനെ തിരിച്ചറിയാൻ ഞാൻ പ്രാപ്തനായിക്കൊള്ളാം എന്നാണ് പറയുന്നത്. സ്വച്ഛകസ്യാം പവനോപഹം മധുര ഉദകവദ്വഹ്നി വന്മാസ്മ ഗൃഹണാം സർവാനീനോപവിദോഷം കുരുഷു തുരുഷു തമിവ മാം സർവവിദ്ഭൂതേഷു വേയാംഹ പുഷ്ടിർനഷ്ടിഹ കലാനാം ശശിന ഇവ താനോ നാത്മനോ ഭസ്തീതി വിദ്യാം തേയോ ദിവ്യസ്തമാർത്താണ്ഡവത് ബീജ തന്നുഷ്വേകതാം തത്പ്രസാദാത്. അല്ലയോ ഭഗവാനേ, അവിടുത്തെ പ്രസാദത്താൽ അടിയന് ജലം എന്ന പോലെ നിർമ്മലനും മാധുര്യമുള്ളവനുമാകട്ടെ. എന്തും ഭക്ഷിക്കുന്നവനാണെങ്കിലും ദോഷത്തെ ഗ്രഹിക്കാതിരിക്കുന്ന അഗ്നിയെ പോലുള്ളവനാകട്ടെ. പല ആകൃതിയിലുള്ള വൃക്ഷങ്ങളിൽ ബാധിക്കുമ്പോൾ അഗ്നി അതാത് വൃക്ഷത്തിന്റെ ആകൃതി കൈക്കൊള്ളുന്നു എന്ന പോലെ എല്ലാ ചരാചരങ്ങളിലും അതാതിന്റെ രൂപത്തിൽ അടിയനെ തന്നെ അറിഞ്ഞുകൊള്ളാം. ചന്ദ്രന് വൃദ്ധിയും ക്ഷയവും ഇല്ലെന്നും ചന്ദ്രന്റെ കലകൾക്ക് മാത്രമാണ് വൃദ്ധിയും ക്ഷയവും സംഭവിക്കുന്നതെന്നും അറിയുന്നത് പോലെ ആത്മാവിന് വൃദ്ധിയും ക്ഷയവും ഇല്ലെന്നും ശരീരത്തിനാണ് അതുള്ളതെന്നും മനസ്സിലാക്കിക്കൊള്ളാം. അതുപോലെ പലതരം വെള്ളത്തിലും മറ്റും കുളങ്ങൾ, തോടുകൾ, തടാകങ്ങൾ, കിണറുകൾ തുടങ്ങിയ ജലങ്ങളിൽ വേറെയായി കാണപ്പെടുന്ന ഒരേ ഒരു സൂര്യൻ തന്നെയാണ് എന്നതുപോലെ വേറെ ശരീരങ്ങളിൽ കാണപ്പെടുന്നത് ഒരേ ഒരു ആത്മാവ് തന്നെയാണ് എന്ന് അടിയൻ അറിഞ്ഞുകൊള്ളാം. അപ്പോ ഭഗവാനോട് പറയുകയാണ് എല്ലാം ഒന്നു തന്നെയാണ് എന്നുള്ളതാണ്, അല്ലേ? ഒരു ജലത്തിൽ നമ്മൾ പല തരത്തിലുള്ള
ചന്ദ്രനെ കാണുന്നുണ്ട്. എന്നാൽ ആ ചന്ദ്രനെല്ലാം ഒന്ന് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നശ്വരമാണ്. ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനൊരിക്കലും നാശമില്ല. അപ്പോൾ ശരീരമല്ല, ശരീരത്തിനെക്കാട്ടിലുപരി നമ്മൾ ആ ആത്മാവിനെയാണ് തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മസ്വരൂപത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ചന്ദ്രന് വൃദ്ധിയും ക്ഷയവും ഇല്ലെന്നും ചന്ദ്രന്റെ കലകൾക്ക് മാത്രമാണ് വൃദ്ധിയും ക്ഷയവും സംഭവിക്കുന്നതെന്നും അറിയുന്നത് പോലെ ആത്മാവിന് വൃദ്ധിയും ക്ഷയവും ഇല്ലെന്നും ശരീരത്തിനാണ് അതുള്ളതെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഒരു ചന്ദ്രന്റെ എന്ത് ചെയ്യാണ്, വൃദ്ധിയും ക്ഷയവും ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിനാണ് വൃദ്ധിയും ക്ഷയവും ഉണ്ടാവുന്നത്, അല്ലാതെ ആത്മാവിനൊരിക്കലും നമുക്ക് വൃദ്ധിയും ക്ഷയവും ഉണ്ടാവുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സ്നേഹാദ്വാതാത്ര പുത്ര പ്രണയ മൃതകപോതീതോ മാസ്മഭുവം പ്രാപ്തം രാശൻ സഹേയശുതമപി ശയുവത് സിന്ധുവത് ശ്യാമഗാധഃ മാപപ്തം യോഷിതാദൗ ശകിനി ശലഭവത് ഭൃംഗവത് സാരഭാഗീ ഭൂയാസം കിന്തു തദ്വദ്ദന ചയനാവശാത്മാഹമീശ പ്രണേശം. അല്ലയോ സർവേശ്വരനായ ഭഗവാനെ, വേടൻ പിടികൂടിയ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹാധിക്യത്താൽ ജീവൻ വെടിഞ്ഞ ഒരു പ്രാവിനെ എന്ന പോലെ അടിയനെ ആക്കി തീർക്കരുതേ. കിട്ടുമ്പോൾ മാത്രം ഭക്ഷിക്കുകയും അല്ലാത്തപ്പോൾ പട്ടിണി സഹിക്കുകയും ചെയ്യുന്ന പെരുമ്പാമ്പിനെ എന്ന പോലെ അടിയനെ ആക്കി തീർക്കണേ. അടിയൻ സമുദ്രത്തെ പോലെ ഭക്തിയിൽ ആഴമുള്ളവനായിരിക്കണമേ. അഗ്നിയിൽ ശലഭം എന്ന പോലെ സ്ത്രീകളിൽ അടിയനെ പതിപ്പിക്കരുതേ. വണ്ടിനെ പോലെ സാരം മാത്രം സ്വീകരിക്കുന്നവനാക്കണമേ. എന്നാൽ അവ തേൻ ശേഖരിക്കുന്നത് പോലെ ധനത്തെ സമാഹരിക്കുന്നവനായി നശിക്കാൻ അടിയനെ ഇടയാക്കരുതേ. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാത്തിൽ നിന്നും, അതായത് പലതരത്തിലുള്ള നമ്മുടെ ഭൗതിക പ്രകൃതിയിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, പല തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലേ. ഒരുപാട് വസ്ത്രങ്ങള്, പലതരത്തിലുള്ള വസ്ത്രങ്ങൾ കാണുമ്പോൾ അതിനോട് ആഗ്രഹം തോന്നാറുണ്ട് ചിലർക്ക് പല സ്ഥലങ്ങളിൽ പോയി പൈസ ചെലവഴിച്ച് അങ്ങനെ തോന്നാറുണ്ട്. ചിലർക്ക് ഭക്ഷണത്തോടായിരിക്കും ആഗ്രഹം. അങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടല്ലേ. അപ്പൊ ഈ ആഗ്രഹങ്ങളിൽ ഒന്നും കൊണ്ട് പെടുത്താതെ അടിയനെ എന്ത് ചെയ്യണമെന്നാണ്, അവയെ തേൻ ശേഖരിക്കുന്നത് പോലെ ധനത്തെ സമാഹരിക്കുന്നവനായി നശിക്കാൻ അടിയനെ ഇടയാക്കരുത്. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട്, ആ ദുർലഭമായിട്ടുള്ള ഈ ഭൂമിയിലുള്ള നിസ്സാരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ആ ആഗ്രഹങ്ങളുടെ പുറകെ പോവാൻ വേണ്ടിയിട്ട്, ആ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ധനം സമ്പാദിക്കുന്നതിൽ മാത്രം അങ്ങനെ ധനത്തിനോട് ആർത്തിയുള്ള ഒരു മനുഷ്യനാക്കി, അങ്ങനെ ഒരു ഇതാക്കി എന്നെ മാറ്റരുതേ എന്നാണ് പറയുന്നത് ഇവിടെ. അതായത് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളൊന്നും അതിലേക്ക് ഒന്നും തള്ളിവിടരുത്. ഭഗവാനിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. മാ ബന്ധ്യസം തരുണ്യാഗജൈവ വശയാനാർജയേയം ധനൗഘൗ ഹർത്താന്യസ്തം ഹിമാദിഹര ഇവ മൃഗവത്മാമുഖം ഗ്രാമ്യഗീതൈഃ നാത്യാസഞ്ജേയ ഭോജചക്ഷ ഇവ ബൻബഡിഷേ പിംഗളാവന്നിരാശഃ സുപ്യാം ഭർത്തവ്യയോഗാത് കുരരാ ഇവ വിഭോ സാമിഷ്യോന്യൈർനഃ ഹന്യേ സാമിഷോ വന്യൈർന ഹന്യൈ. അല്ലയോ സർവശക്തനായ ഭഗവാനെ, പിടിയാനയിൽ ഭ്രമിച്ച ആന എന്ന പോലെ അടിയനെ സ്ത്രീകളിൽ ഭ്രമിപ്പിക്കുന്നവനാക്കരുതേ. ധനത്തെ ഏറെ സമ്പാദിക്കാൻ ഇടയാക്കരുതേ. തേനെടുക്കുന്നവൻ തേനിനെ എന്ന പോലെ അടിയന്റെ ധനത്തെയും അപഹരിക്കും. മാനിനെ പോലെ വേടന്റെ ഗ്രാമ്യഗീതങ്ങളിൽ മോഹിച്ചു പോകുന്നവനാക്കരുതേ. ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുന്ന ഇരയോട് മത്സ്യത്തിനുള്ള ആർത്തി പോലെ അടിയനെ ഭക്ഷണത്തിൽ ആസക്തിയുള്ളവനാക്കരുതേ. മാംസം കരുതി വെച്ചത് കൈവശമുള്ളതിനാൽ മറ്റ് പക്ഷികളാൽ കൊല്ലപ്പെട്ട ആ കുരര പക്ഷിയെ പോലെ കരുതി വയ്ക്കേണ്ടത് കയ്യിലുള്ള അടിയനെ അന്യരാൽ കൊല്ലപ്പെടാൻ ഇടയാക്കരുത്. അതായത് ഒരുപാട് ധനങ്ങളൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ ധനം തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ആ ധനം അപഹരിച്ചെടുത്തിട്ട് നമ്മളെ കൊല്ലാൻ വരെ അങ്ങനെ കൊല്ലാൻ വരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കരുതേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരുപാട് ധനം സമ്പാദിക്കുന്ന ആളാക്കരുതേ. അതായത് ഒരു സ്ത്രീകളിലും ഭ്രമിപ്പിക്കുന്നവനാക്കരുതേ എന്നാണ് പറയുന്നത്.
ഒരു തേനെടുക്കുന്നവൻ തേനിനെ എന്ന പോലെ അന്യൻ അടിയന്റെ ധനത്തെയും അപഹരിക്കും. അതായത് ഒരുപാട് ധനം സമ്പാദിച്ചു വെക്കുമ്പോൾ തേനീച്ച തേൻ കൂട്ടി കൂട്ടി വെക്കില്ലേ, അതുപോലെ എന്ത് ചെയ്യും, എന്നിട്ട് ആ തേന് മറ്റുള്ളവർ എടുത്തോണ്ട് പോവില്ലേ, അതുപോലെ നമ്മൾ ഒരുപാട് ധനം സമ്പാദിച്ച് വെക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യുക, അത് വന്ന് വേറെ വല്ല കള്ളന്മാരും അപഹരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഒരുപാട് ധനം സമ്പാദിക്കുന്ന ആളാക്കി മാറ്റരുതേ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുന്ന ഇരയോട് മത്സ്യത്തിനുള്ള ആർത്തി പോലെ അടിയനെ ഭക്ഷണത്തിൽ ആസക്തി ഉള്ളവനാക്കരുതേ. അങ്ങനെ ഭക്ഷണം, ചിലർക്ക് ഭക്ഷണത്തോട് ഭയങ്കര ആർത്തിയാണല്ലേ, ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ വലിച്ചു വാരി തിന്നുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെയുള്ള ആ ഭക്ഷണത്തോടുള്ള ആ ആർത്തിയുള്ള ഒരാളാക്കി അടിയനെ മാറ്റരുതേ. മാംസം കരുതി വെച്ചത് കൈവശമുള്ളതിനാൽ മറ്റു പക്ഷികളാൽ കൊല്ലപ്പെട്ട ആ കുരരപക്ഷിയെ പോലെ കരുതി വെക്കേണ്ടത് കയ്യിലുള്ള അടിയനെ അന്യരാൽ കൊല്ലപ്പെടാൻ ഇടയാക്കരുത്. അങ്ങനെ ഓരോന്നും നമ്മൾ കരുതി വെക്കുമല്ലേ, ചിലർ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ കരുതി വെക്കും. അവസാനം എന്ത് ചെയ്യും, ചിലപ്പോൾ ആരെങ്കിലും വന്ന് കൊല്ലും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് നമ്മൾ മരിക്കും. അപ്പോൾ മരിച്ചു പോയാൽ മറ്റുള്ളവർക്കായിരിക്കും അത് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അങ്ങനെ ധനം കണ്ടിട്ട്, ആ ധനം കാണുമ്പോൾ ആ ധനത്തിൽ ആകൃഷ്ടരായിട്ട് പലരും നമ്മുടെ അടുത്ത് കൂടും, എന്നിട്ട് നമ്മളെ ചതിക്കും അല്ലെ, ചിലപ്പോൾ കൊലപാതകം വരെ, കൊല്ലാൻ വരെ മടിക്കില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആസക്തികൾ, അങ്ങനെയുള്ള ഒരുപാട് സമ്പാദിക്കാനുള്ള അതൊന്നും തരരുതേ. ഇതിൽ നിന്നല്ല, ഈ ഭൗതികതമായിട്ടുള്ള ഇതിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്നും രക്ഷിക്കണേ ഭഗവാനെ, എന്നിട്ട് ഭഗവാനിലേക്ക് ആ ഭക്തി കൊണ്ടുവരണേ, അവിടെ ഭഗവാനെ എനിക്ക് ആ മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കാൻ എനിക്ക് കഴിയണേ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത്. വർത്തേയ ത്വക്തമാനഃ സുഗമതി ശിശുവന്നി സഹായ ചരേയം കന്യായേകശേഷോ വലയിവ വിഭോ വർജിതാന്യോന്യഘോഷഃ ത്വച്ചിത്തോ നാവബുദ്ധ്യൈ പരമിഷു കൃതിവ ക്ഷമാവൃതായാനഘോഷം ഗേഹേഷ്വന്യ പ്രണീതേഷു ഹിരിവ നിവസ്യാനുന്ദുരോർമന്ദിരേഷു. അല്ലയോ വിഭുവായ ഭഗവാനെ, ഒരു കുട്ടി എന്ന പോലെ മാനാവമാന ചിന്തകൾക്ക് അതീതനായി അടിയൻ സുഖമായി കഴിഞ്ഞുകൊള്ളാം. കന്യയുടെ കയ്യിലെ ഒറ്റ വളയെന്ന പോലെ ശബ്ദങ്ങളൊന്നും ഉണ്ടാക്കാതെ അടിയൻ ഏകനായി സഞ്ചരിച്ചു കൊള്ളാം. ശരമുണ്ടാക്കുന്നതിനാൽ ബന്ധശ്രദ്ധനായ കൊല്ലൻ രാജാവിന്റെ എഴുന്നള്ളത്തിന്റെ കോശങ്ങളൊന്നും അറിയാതിരിക്കുന്നത് പോലെ അങ്ങയിൽ തന്നെ ബദ്ധശ്രദ്ധനായി മറ്റൊന്നിനെയും അറിയാത്തവനായി അടിയൻ കഴിഞ്ഞുകൊള്ളാം. എലി ഉണ്ടാക്കിയ മാളത്തിൽ പാമ്പ് വസിക്കുന്നത് പോലെ അന്യരുണ്ടാക്കിയ ഭവനങ്ങളിൽ അടിയൻ വസിച്ചുകൊള്ളാം. അങ്ങനെ ഭഗവാൻ എന്താണോ ഇച്ഛിക്കുന്നത് അതുപോലെ ഞാൻ ജീവിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള ഭക്തരുണ്ടാവും അല്ലേ. ചിലര് ദേവീ ഭക്തരായിരിക്കും, ചിലര് ദുർഗാദേവിയുടെ ഭക്തരായിരിക്കും, ചിലര് ഭദ്രകാളി ദേവിയുടെ ഭക്തരായിരിക്കും, ചിലർ ശിവഭക്തരായിരിക്കും, ചിലർ മുരുക ഭക്തരായിരിക്കും, ചിലർ ഗണപതി ഭക്തരായിരിക്കും, ചിലർ കൃഷ്ണ ഭക്തരായിരിക്കും, ചിലർ നാരായണ ഭക്തരായിരിക്കും, ചിലർ ലക്ഷ്മി ഭക്തരായിരിക്കും. അപ്പോൾ പലതരത്തിലാണ് ഓരോരുത്തരും ഓരോ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് അല്ലേ. പക്ഷെ എല്ലാം അവസാനം എത്തുന്നത് ഒരേ ഒരു ഭഗവാനിലേക്ക് തന്നെയാണ്. ആ പരമാത്മ സ്വരൂപനായ ശ്രീകൃഷ്ണനിലേക്ക്, അല്ലെങ്കിൽ ആ പരമാത്മ സ്വരൂപനായിട്ടുള്ള ശിവനിലേക്ക്, നാരായണനിലേക്ക് ആയിരിക്കും എത്തുന്നത്. അപ്പൊ എല്ലാം ഒന്നാണെന്നുള്ള ആ തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ മറ്റൊന്നിനെയും അറിയാത്തവനായി അടിയൻ കഴിഞ്ഞുകൊള്ളാം. അങ്ങയിൽ തന്നെ ബദ്ധശ്രദ്ധനായി, ഏത് രീതിയിലാണോ അങ്ങയെ പൂജിക്കുന്നത് അങ്ങനെയുള്ള അങ്ങയിൽ തന്നെ ബദ്ധശ്രദ്ധനായി അടിയൻ അങ്ങയെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ഇതില് അടിയൻ കഴിഞ്ഞുകൊള്ളാം. അങ്ങ് എന്താണോ എനിക്ക് വിധിക്കുന്നത് അതെല്ലാം ഞാൻ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങ് പറയുന്നത് പോലെ ഞാൻ അനുസരിച്ച് അങ്ങയിലെല്ലാം സമർപ്പിച്ച് അങ്ങയിൽ ഒരു അങ്ങയിൽ അഭയാശ്രയമായിട്ട് കഴിഞ്ഞുകൊള്ളാം എന്നാണ് പറയുന്നത്. അതുപോലെ എലിയുണ്ടാക്കിയ മാളത്തിൽ പാമ്പ് വസിക്കുന്നത് പോലെ അന്യരുണ്ടാക്കിയ ഭവനങ്ങളിൽ അടിയൻ വസിച്ചുകൊള്ളാം. ഒരു എലി ഉണ്ടാക്കി വെച്ച മാളത്തില് ഒരു പാമ്പ് വസിക്കൂലേ, അതുപോലെ അന്യരുണ്ടാക്കി വെച്ചിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് അടിയൻ വസിച്ചുകൊള്ളാം, അങ്ങനെ ജീവിച്ചുകൊള്ളാം എന്നാണ് പറയുന്നത് ഇവിടെ. ത്വയ്യേവ തത്കൃതം തം ശപയസി ജഗദിത്യുർനാനാവാത് പ്രീതിയാം തച്ചിന്താതുൽ സ്വരൂപം കുരുത ഇതി ദൃഢം ശിക്ഷയേ പേശകാരാധ
വിഡ്വസ്മാത്മാ ഭവതി ഗുരുവരോ യോ വിവേകം വിരക്തിം ദത്തേ സംചിന്യമാനോ മമതു ബഹുരുജാ പീഡിതോഭയം വിശേഷാത്. അല്ലയോ ഭഗവാനേ, അങ്ങ് സൃഷ്ടിച്ച ഈ ലോകത്തെ അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നുവെന്ന് എട്ടുകാലിയിൽ നിന്ന് അടിയൻ അറിഞ്ഞുകൊള്ളാം. അങ്ങയെക്കുറിച്ചുള്ള ദൃഢമായ ചിന്ത അങ്ങയുമായി രൂപസാമ്യം ഉണ്ടാക്കുമെന്ന് വേട്ടാവളിയൻ എന്ന ജീവിയിൽ നിന്ന് നന്നായി മനസ്സിലാക്കിക്കൊള്ളാം. മലയായും ഭസ്മമായും മാറുന്ന അടിയന്റെ ഈ ദേഹവും ഗുരുതുല്യനായി ഭവിക്കുന്നുണ്ട്. പല രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഈ ശരീരം വിവേകവും വിരക്തിയും അടിയന് നൽകുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? ഒരു ചിലന്തി വല കെട്ടുമ്പോൾ അത് വലകെട്ടി അതവസാനം അതിന്റെ ഉള്ളിലേക്കാണല്ലേ, അതിലൊരു ഇരയെ വീഴ്ത്തുന്നു. അതുപോലെ എങ്ങനെയാണ് അവസാനം അതെന്ത് ചെയ്യാണ്? ലയിപ്പിക്കുകയാണ്, അത് ഇല്ലാതാവുകയാണ്. അതുപോലെ എട്ടുകാലിയിൽ നിന്ന് അടിയൻ അറിഞ്ഞോളാം. അല്ലയോ, അങ്ങ് സൃഷ്ടിച്ച ഈ ലോകത്തെ അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നുവെന്ന് എട്ടുകാലിയിൽ നിന്ന് അടിയൻ അറിഞ്ഞോളാം. അതായത് എട്ടുകാലി നിർമ്മിക്കുകയും ചെയ്യുന്നു, എട്ടുകാലി തന്നെ ഒരു ഇര വീണ് കിടക്കുമ്പോൾ അതിനെ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നു അല്ലെ. അതുപോലെ അങ്ങ് നിർമ്മിച്ച ആ പ്രപഞ്ചം അങ്ങിലേക്ക് തന്നെ അങ്ങ് വലിക്കുന്നു, ഭഗവാനിലേക്ക് തന്നെ അത് പോകും എന്നുള്ള സത്യം തിരിച്ചറിയാന്നുള്ളതാണ്. എപ്പോഴായാലും ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരിക്കൽ നിലനിൽക്കും, മറ്റൊരു സമയമാകുമ്പോൾ അത് ഭഗവാൻ തന്നെ തിരിച്ചെടുക്കും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട്, അത് എട്ടുകാലിയെ പോലെ, അത് എട്ടുകാലിയിൽ നിന്ന് മനസ്സിലാക്കുന്ന പോലെ അതിനെ ഞാൻ മനസ്സിലാക്കുന്നതാണ്. അതുപോലെ അങ്ങയുമായി രൂപസാമ്യം ഉണ്ടാകുമെന്ന് വേട്ടാവളിയൻ എന്ന ജീവിയിൽ നിന്ന് നന്നായി മനസ്സിലാക്കിക്കൊള്ളാം. അപ്പൊ അത് ഒരു വേട്ടാവളിയൻ എന്ന് പറയുന്ന ഒരു ജീവി അതുപോലെയാണ്. അതേ സാദൃശ്യം, രൂപസാദൃശ്യത്തില് അതേ രൂപസാമ്യമുള്ള ഒന്നിനെ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പൊ അതേപോലെ, അതായത് ഒരു കൂട്, അതേപോലത്തെ കൂട് തന്നെ അടുത്തത് സൃഷ്ടിക്കും. അപ്പൊ അങ്ങനെ രൂപസാദൃശ്യമുള്ളതാക്കി മനസ്സിലാക്കിക്കൊള്ളാം എന്നാണ് പറയുന്നത്. പിന്നെ മലയായും ഭസ്മമായും മാറുന്ന അടിയന്റെ ഈ ദേഹവും ഗുരുതുല്യനായി ഭവിക്കുന്നുണ്ട്. അപ്പം മലയായും ഭസ്മമായും ഒക്കെ മാറുന്നു അല്ലെ. അതായത് മരിച്ചു കഴിയുമ്പോൾ, ഇത് നമ്മൾ കത്തിച്ചു കഴിയുമ്പോൾ ഒരു അല്പം ചാരം മാത്രമാണല്ലേ, അങ്ങനെ ചാരമായിട്ട് മാറുന്നുണ്ട്. മലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അടക്കുകയാണെങ്കിൽ അതൊരു മല പോലെയാണല്ലേ അടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ശരീരമാണ്. അപ്പൊ അങ്ങനെയുള്ള ശരീരം ഗുരുതുല്യനായും ഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശരീരം പോയിട്ട് ആ ആത്മാവ് ഒരു ഗുരുതുല്യനായിട്ട് മാറുന്നുമുണ്ട്. പല രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഈ ശരീരം വിവേകവും വിരക്തിയും അടിയന് നൽകുന്നു. അപ്പൊ പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണല്ലേ ശരീരം. പലർക്കും പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ടല്ലേ. ഇപ്പൊ ഈ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ കാലത്തും സുന്ദരമായി തന്നെ ഇരിക്കണമെന്നില്ല അല്ലേ. കുറെ പ്രായങ്ങൾ ചെല്ലുമ്പോഴായാലും എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ തന്നെയും ഇതെന്ത് ചെയ്യും? ഈ ശരീരം എന്ന് പറയുന്നത് പല രോഗങ്ങളാൽ കഷ്ടപ്പെടും. രോഗങ്ങളും ആ വേദനകളും ആ അസ്വാസ്ഥ്യങ്ങളും കൊണ്ട് നമ്മൾ കഷ്ടപ്പെടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ ശരീരത്തിൽ എന്ത് തോന്നേണ്ടത്? വിവേകവും വിരക്തിയുമാണ് നമുക്ക് അടിയന് നൽകുന്നത്. എല്ലാവർക്കും ആ ഒരു വിരക്തിയാണ് അവസാനം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഹി മേ ദേഹമോഹം ത്യജ ഭവനപുരാധീശ യത് പ്രേമഹദോർ. ഹി മേ ദേഹമോഹം ത്യജ ഭവനപുരാധീശ യത് പ്രേമം ഹോത്തോർ. ഹരേ കൃഷ്ണ. ഹി മേ ദേഹമോഹം ത്യജ ഭവനപുരാധീശ യത് പ്രേമഹേതോർ. കേ വിത്തേ കളത്രാദിഷു ച വിവശിതാസ്ത്വത്പദം വിസ്മരന്തീഹ. സോഭയം അഗ്നേഹ ശുനോ വാ പരമിഹ ഭരതം ഹസാമ്പ്രതം ചാക്ഷികർണാ ത്യുഗ്ജിഹ്വാദ്യാ വികർഷന്ത്യവശമതഃ ഇദഃ കോപബീനാ ത്വത്പാദാബ്ജേ. അല്ലയോ ഗുരുവായൂരപ്പാ, ഈ ദേഹത്തെക്കുറിച്ചുള്ള അടിയന്റെ മോഹം ഇല്ലാതാക്കണേ. ഈ ദേഹപ്രേമം നിമിത്തമായി ഗൃഹം, ധനം, കളത്രാദികൾ എന്നിവയാൽ പരവശനാകപ്പെട്ട് അവിടത്തെ പാതാരവിന്ദ സ്മരണ തന്നെ ഇല്ലാതാകുന്നു. അപ്രകാരമുള്ള ശരീരം ഒടുവിൽ അഗ്നിക്കോ നായയ്ക്കോ ഇരയാവുന്നു. ഇപ്പോൾ തന്നെയും അടിയന്റെ കണ്ണും കാതും നാക്കും ത്വക്കും ഒക്കെ ദേഹപ്രേമം കാരണമായി തന്നെ അവശമായ ഈ ശരീരത്തെ അങ്ങുമിങ്ങും വലിച്ചിഴയ്ക്കുന്നു. അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് ആരും തന്നെ കൊണ്ടുപോകുന്നുമില്ല.
അപ്പോൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് ഈ ശരീരത്തെ ആരും കൊണ്ടു, അതായത് ഈ ശരീരം എന്ന് പറയുന്നത് ദേഹത്തിലുള്ള അടിയന്റെ ആ മോഹത്തെ ഇല്ലാതാക്കണമേ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദേഹം കൊണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് ഈ ശരീരം നമുക്കൊരു ബാധ്യത പോലെ തോന്നാറുണ്ട് അല്ലേ? പലതരത്തിലുള്ള പ്രശ്നങ്ങള് ഇതെല്ലാം നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പുത്രകളത്രാദികളെ കൊണ്ട് ഗൃഹം വേണം എന്നുള്ള, അല്ലെങ്കിൽ ധനം വേണം, അങ്ങനെ ഈ മായയിൽ അകപ്പെട്ട ഈ ലോകത്തെ ഓരോരോ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ദേഹത്തോട് തന്നെ ആ ഒരു എന്താ പറയാ, ഇതെല്ലാം നമ്മളെ ഇവിടെ പിടിച്ചിടുന്ന ഭഗവാനിൽ നിന്ന് അകറ്റിയിട്ട് നമുക്ക് ഇതെല്ലാം ഒരു അസ്വസ്ഥമായി തോന്നാറുണ്ട് അല്ലേ? നമ്മൾ തന്നെ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ ദേഹം കൊണ്ട് എന്താണ് നമുക്ക് ചില സമയത്ത് അത്രയും വേദനകൾ, അല്ലെങ്കിൽ രോഗങ്ങളുള്ളവർക്കാണെങ്കിൽ വേദനകൾ, അതല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോഴുള്ള വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പം ഈ ദേഹം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അങ്ങനെ ഭഗവാനിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടാണിത്. അടിയന്റെ കണ്ണും കാതും നാക്കും തൊക്കും ഒക്കെ ദേഹപ്രേമം കാരണമായി തന്നെ അവശമായി ഈ ശരീരത്തെ അങ്ങും ഇങ്ങും വലിച്ചഴക്കുന്നു. അപ്പം ഈ അവശമായ ശരീരം കൊണ്ട് തന്നെ അങ്ങും ഇങ്ങും ഒക്കെ വലിച്ചിഴക്കുകയാണ് അല്ലെ? പല സ്ഥലത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി പോവേണ്ടി വരുന്നു, അലയേണ്ടി വരുന്നു, നമുക്ക് നടക്കേണ്ടി വരുന്നു, പലരെയും കാല് പിടിക്കേണ്ടി വരുന്നു, ചില സമയത്ത് ജീവിക്കാൻ വേണ്ടി പലരെയും നമുക്ക് ചിലപ്പോൾ ധനമില്ലെങ്കിൽ കടം വാങ്ങേണ്ടി വരുന്നു, പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. ചിലർ ജോലി ചെയ്യാൻ പോകുമ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ ഭയങ്കര കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ഈ ശരീരം കൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്നു. അങ്ങനെ പല 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 പലതരത്തിലുള്ള നമുക്ക് വിഷമങ്ങൾ ദുഃഖങ്ങൾ ഈ ശരീരം കൊണ്ട് ഉണ്ടാവാറുണ്ട് അല്ലേ? അതെന്തിനു, എന്നിട്ട് പുത്രകളത്രാദികളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പുത്രന്മാര് വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ പുത്രിമാര് വഴിതെറ്റിപ്പോയാൽ നമുക്ക് അതിൽ വിഷമിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പല പല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലാതെയുള്ള പ്രശ്നങ്ങൾ, ഓഫീസിലെ പ്രശ്നങ്ങൾ, പിന്നെ അങ്ങനെ നാട്ടുകാർ പറയുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പല 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 പലതരത്തിലുള്ള അങ്ങനെ എന്താ പറയാ, ഈ ഭൂമിയിൽ അത്രയും ദുഃഖങ്ങൾ നമുക്ക് ഈ ദേഹം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഭഗവാനെ അപ്പൊ അങ്ങനെയുള്ള ആ ദുഃഖങ്ങളെല്ലാം മാറ്റിയിട്ട് ഭഗവാനിലേക്ക് ആരും തന്നെ കൊണ്ടുപോകുന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഭഗവാനിലേക്ക് ആ മനസ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി തരണേ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് അല്ലെ? നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ശരീരത്തോടുള്ള ആ ഒരു മോഹം കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കില്ല ഭൂമിയിൽ അല്ലേ? ഇപ്പൊ കൂടുതലും കലികാലം ആകുമ്പോഴത്തേക്ക് കൂടുതലും പ്രശ്നങ്ങൾ തന്നെയാണ്, കൂടുതലും ദുഃഖങ്ങളും വിഷമങ്ങളും തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു ശരീരമോഹത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് നമുക്ക് എപ്പോഴും തരേണ്ടത്. എന്നിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ആ ഒരു ശ്രദ്ധ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരുടെയും മനുഷ്യജന്മം ഉണ്ടാവേണ്ടത് എന്നാണ് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ദുർവാരോ ദേഹമോഹോ യതി പുനരതുദാ ദുർവാരോ ദേഹമോഹോ യതി പുനരതുനാ ദർഹി നിശ്ലേഷരോഗാൻ ഹൃത്വാ ഭക്തിം ദൃഢിഷ്ടാം കുരുതവ പദ പങ്കേരുഹേ പങ്കജാക്ഷ നൂനം നാനാ ഭവാന്തേ സമധിഗതമിമം മുക്തിദം വിപ്രദേഹം ശുദ്രേഹാ ഹന്തമാമാശിവ വിഷയരസേ പാഹി മാം മാരുദേശ. ഈ ദേഹമോഹത്തെ ഇല്ലാതാക്കാൻ പറ്റാത്തതാണെങ്കിൽ അടിയന്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കി അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിലുള്ള ദൃഢഭക്തിയെ അടിയന് തന്നാലും എത്രയോ ജന്മങ്ങൾക്കു ശേഷം മാത്രം ലഭിക്കുന്നതും മോക്ഷസാധകവുമായ ഈ ബ്രാഹ്മണ ശരീരത്തെ ക്ഷുദ്രമായ വിഷയങ്ങളിൽ വീഴ്ത്തരുതേ. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് അടിയനെ രക്ഷിക്കണമേ. അപ്പം ഈ ദേഹമോഹത്തെ ഇല്ലാതാക്കാൻ പറ്റാത്തതാണെങ്കിൽ അടിയന്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കി അവിടുത്തെ കമലങ്ങളിൽ തൃപ്പാദ പത്മങ്ങളിലുള്ള ദൃഢഭക്തിയെ അടിയന് തന്നാലും. അപ്പൊ അവസാനം ഭഗവാനിലുള്ള എന്താ പറയാ, ഈ രോഗത്തെ എല്ലാം മാറ്റിയിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അടിയൻ അഭയം തന്നാലും, എന്നിട്ട് എന്താണ്, എത്രയോ ജന്മങ്ങൾക്ക് ശേഷം മാത്രം ലഭിക്കുന്നതും മോക്ഷസാധകവുമായ ഈ ബ്രാഹ്മണ ശരീരത്തെ ക്ഷുദ്രമായ വിഷയങ്ങളിൽ വീഴ്ത്തരുതേ. അപ്പൊ എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഒരു മനുഷ്യ ശരീരം ലഭിക്കുന്നത് അല്ലേ? അപ്പൊ ആ ശരീരത്തെ മറ്റു ക്ഷുദ്രമായിട്ടുള്ള പ്രവൃത്തികളിൽ ഒന്നും കൊണ്ട് വീഴ്ത്താതെ, വിഷയങ്ങളിൽ ഒന്നും വീഴ്ത്താതെ മോക്ഷസാധകമാക്കി ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്
സഹായിക്കണേ ഗുരുവായൂരപ്പ, അല്ലയോ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണമേ, അല്ലയോ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. അല്ലയോ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണമേ, പാവങ്ങളായ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ ഭഗവാനെ എന്ന് നമുക്ക് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. അടുത്തത് ദശകം 94 തത്വജ്ഞാനോക്തി. ശുദ്ധ്വാ നിഷ്കാമാ ധർമ്മൈഹ പ്രവര ഗുരുഗിരാ തൽസ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയാദിപ്യപഗതമഖില വ്യാപ്താമാവേന്ദയന്തേഹ നാനാത്ത സൗല്യകർഷ്യാദിതു ഗുണജവ പുസ്സംഗതോ വസ്വാൻസിതം തേ വഗ്നേർദാരുപ്രവേദേ ശിവ മഹതണുതാദീപ്തതാശാന്തതാദീം. ഫലത്തെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവർ ഉത്തമനായ ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ നിർമ്മലവും ഇന്ദ്രിയാദികളിൽ നിന്ന് മുക്തമായതും സർവവ്യാപിയുമായ ആ ബ്രഹ്മസ്വരൂപത്തെ അറിയുന്നു. അവിടുത്തെ നാനാത്വം, സ്ഥൂലത, കൃശത തുടങ്ങിയവയാകട്ടെ പലതരം വിറകുകളിൽ അഗ്നിക്കുണ്ടാകുന്ന വലിപ്പം, ചെറുപ്പം, ദീപ്തത, ശാന്തത എന്നിവ പോലെ മായയാൽ പലവിധമായ ഗുണങ്ങളുള്ള ശരീരബന്ധത്താൽ ഉണ്ടാകുന്നതാകുന്നു. അപ്പോൾ എന്താ പറയുന്നു? ഫലത്തെ ഇച്ഛിക്കാതെ, ഒരു ഫലവും ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവൻ ഉത്തമനായ ഗുരുവിന്റെ വാക്കുകൾ അനുസരിച്ച് അവിടുത്തെ നിർമ്മലവും ഇന്ദ്രിയാദികളിൽ നിന്ന് മുക്തമായതും സർവവ്യാപിയുമായ ആ ബ്രഹ്മസ്വരൂപത്തെ പ്രാപിക്കുകയാണ്. ആ ബ്രഹ്മസ്വരൂപത്തെ അറിയുകയാണ്. ഭഗവാന്റെ ആ ബ്രഹ്മസ്വരൂപത്തെ അറിയുകയാണ്. എന്താണ്? ഫലത്തെ ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നവര് ഗുരുവിൽ നിന്നും ഭഗവാന്റെ എന്താ പറയാ നിർമ്മലവും ഇന്ദ്രിയാദികളിൽ നിന്ന് മുക്തമായതും സർവവ്യാപിയുമായ ആ ബ്രഹ്മസ്വരൂപത്തെ, അപ്പോൾ സകല ഇന്ദ്രിയങ്ങളിൽ നിന്നും മുക്തമായ നിർമ്മലമായ ഭഗവാനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. സ്ഥൂലത, കൃശത തുടങ്ങിയവയാകട്ടെ പലതരം വിറകുകളിൽ അഗ്നി ഉണ്ടാക്കുന്ന വലിപ്പം, ചെറുപ്പം, ദീപ്തത, ശാന്തത എന്നിവ പോലെ മായയാൽ പലവിധമായ ഗുണങ്ങളുള്ള ശരീരബന്ധത്താൽ ഉണ്ടാകുന്നത്. അപ്പൊ ത്രിഗുണങ്ങൾ ഉണ്ടല്ലോ, ആ ത്രിഗുണങ്ങൾ കൊണ്ടാണ് നമുക്ക് സത്വ, രജസ്, തമോ ഗുണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ബന്ധനങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. പലവിധമായ ഗുണങ്ങളുള്ള ശരീരബന്ധനത്താൽ ഉണ്ടാകുന്നതാണ്. എന്തൊക്കെയാണ്? വലിപ്പവും, ചെറുപ്പവും, ദീപ്തതയും, ശാന്തതയും, അങ്ങനെയുള്ള പല പല ഇത് മാറി മാറി വരുന്നത് ആ 3 സത്വ, രജ, തമോ ഗുണങ്ങൾ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ആചാര്യാകാതരസ്താരണി സമനുമിളച്ചിഷ്യരൂപോത്തരാര ആണ്യാം താരാണ്യമോപസ്വാസിതേന ആചാര്യാഖ്യതരസ്താരണി സമനും മിളച്ചിര്യാരൂപോത്തരാരണ്യാവബോധസ്വാസിതേന സുഡതര പരിബോധാഗ്നിനോ ദഹ്യമാനേഹ കർമാളി വാസനാ തത്കൃത തദനുഭുവന ഭ്രാന്തികാന്താരൂപേ ഭ്രാന്തികാന്താരപൂരേ ദാഹ്യാഭാവേന വിദ്യാശിഖിനിജ വിരദേ തൊന്മയീ കല്വവസ്ഥാം. ആചാര്യനാകുന്ന അധരരാണിയും ശിഷ്യനാകുന്ന ഉത്തരരാണിയും തമ്മിലുള്ള മദനത്താൽ ഉണ്ടാകുന്ന സ്ഫുടമായ ആ ജ്ഞാനാഗ്നിയിൽ കർമ്മവാസനയിൽ നിന്നുണ്ടാകുന്ന ശരീരത്തെക്കുറിച്ചുള്ള മിഥ്യാബോധമാകുന്ന വനം ദഹിച്ചില്ലാതാകും. പിന്നെയും ദഹിക്കാൻ ഒന്നുമില്ലാതെയാകുമ്പോൾ ആ ജ്ഞാനാഗ്നി തനിയെ ശമിക്കും. അപ്പോൾ അവിടുന്ന് തന്നെ രൂപമായ അവസ്ഥയുണ്ടാകും. അപ്പൊ ആ ജ്ഞാനാഗ്നി എന്താ പലതിനോടുമുള്ള നമുക്ക് ആ ഒരു ആവേശം, പല കാര്യങ്ങളോടുമുള്ള ആ ഒരു എന്താ പറയാ ഒരു അത് പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനുള്ള അങ്ങനെയുള്ള ഒരു ഇത് ശമിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ത്വര, ആ ഒരു എന്താ പല പല ആഗ്രഹങ്ങളുടെ പുറകെ പോകുന്നു. അങ്ങനെ പല പല ത്വര, ആ ജ്ഞാനാഗ്നി എപ്പോഴും അവസാനിക്കുന്നു അവിടെ രൂപമായ ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏവം തത്പ്രാപിതോ വന്യോ നഹി ഖലു നിഖില ക്ലേശഹാനേരുപായോ നൈകാന്താത്യധികാസ്തേ കൃഷിവഗത ഷഡ്ഗുണ്യഷ്ഠകർമ്മയോഗാഃ ദുർവൈകല്യരകല്യാ അപി നിഗമപദാസ്തസ്ഫലാന്യാവ്യാപ്താ മത്താസ്ത്വം വിസ്മരന്തഃ പ്രസജതി പതനേ യാന്ത്യനന്ദാൻ വിഷാദാൻ. അല്ലയോ ഭഗവാനെ, ഇപ്രകാരം എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ അവിടത്തെ ശരണം പ്രാപിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മാർഗവുമില്ല തന്നെ. അഗതങ്ങൾ, രോഗശാന്തിക്ക് ഉപകരിക്കുന്ന രത്നങ്ങൾ, ഔഷധങ്ങൾ, മന്ത്രങ്ങൾ തുടങ്ങിയവ, ഷഡ്ഗുണങ്ങൾ, സന്ധി, വിഗ്രഹം, യാനം, ആസനം,
ദ്വൈതീഭാവം സമാശ്രയം ഷഡ്കർമ്മങ്ങൾ അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം, അഷ്ടാംഗയോഗം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി എന്നിവയൊക്കെ കൃഷിയെ പോലെ ഒരിക്കൽ വിളവ് തരുന്നതോ എന്നേക്കും വിളവ് തരുന്നതോ അല്ല. വേദങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്ന മാർഗങ്ങളാകട്ടെ ദുർവൈകല്യങ്ങൾ കാരണമായി അസമർത്ഥങ്ങളും ആകുന്നു. ആ വേദമാർഗത്താൽ ഫലസിദ്ധി കൈവരുത്തിയവരാകട്ടെ അഹങ്കാരമുള്ളവരായി അവിടത്തെ വിസ്മരിക്കുന്നവരായിട്ട് അധപ്പതനം സംഭവിച്ച് അന്തമില്ലാത്ത ദുഃഖങ്ങളിൽ ചെന്ന് വീഴുന്നു. ചിലരുണ്ടല്ലേ ഭയങ്കരമായിട്ട് യോഗികൾ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ ചെയ്യുന്ന, അഷ്ടാംഗ യോഗം, അങ്ങനെ പല പല ഇതുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എന്താ ഫലം? ഭഗവാനെ അവരറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെ അറിയുമ്പോൾ, ഭഗവാനെ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഭഗവാനിൽ ആ ഒരു അഭയം കിട്ടുന്നത് അല്ലേ? അല്ലാതെ നമ്മൾ കുറെ എന്താ പറയാ, ചിലര് സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, സമാശ്രയം, ഷഡ്കർമ്മം, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരതിൽ അഹങ്കരിക്കും. അവർക്ക് ഒരുപാട് അതിൽ നിന്ന് കീർത്തിയും പ്രശസ്തിയും അങ്ങനെ പല പല കാര്യങ്ങൾ, അവരുടെ ഓരോ സിദ്ധികൾ അങ്ങനെയൊക്കെ കൈവരുമ്പോൾ അവരതിൽ ചിലർ, എല്ലാവരും അല്ല, ചിലർ അതിൽ അഹങ്കരിക്കുമ്പോൾ എന്താ ചെയ്യുന്ന, അവർ ഭഗവാനെ പിന്നെയും മറക്കുകയാണ്. അപ്പൊ വീണ്ടും അവര് അധപ്പതനത്തിലേക്ക് പോവുകയാണ്. അതിനേക്കാളും നമ്മൾ ആ ഭഗവാനിൽ ആ ഒരു പ്രേമഭക്തി, ആ ഭഗവാനിൽ ആ ഒരു ഭക്തിയാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവരുമ്പോഴേക്ക് നമുക്ക് അവിടെ ഭഗവാനിൽ ഒരു അഭയം ലഭിക്കുന്നതായിരിക്കും. ത്വല്ലാകാദ്യന്യലോകഃ ക്വനു ഭയരഹിതോ യത്പരാർദ്ധയാദ്വാന്തേ ത്വത്പീതക സത്യലോകേവപി ന സുഖവസതിഃ പദ്മഭൂഃ പദ്മനാഭഃ ഏവം ഭാവേ ത്വധർമാർജിത ബഹുതമസാം കാകദാ നാരകാണാം തന്മേ ത്വം ചിദ്ദിബന്ധം വരദ കൃപണബന്ധോ കൃപാപൂരസിന്ധോ. അല്ലയോ ശ്രീ പത്മനാഭ, അവിടുത്തെ ലോകമായ വൈകുണ്ഠത്തേക്കാൾ ഭയരഹിതമായ വേറൊരു ലോകം ഏതാണുള്ളത്? അപ്പം ഭഗവാന്റെ വൈകുണ്ഠത്തേക്കാൾ, പത്മനാഭ സ്വാമിയുടെ വൈകുണ്ഠത്തേക്കാൾ ഭയരഹിതമായിട്ടുള്ള ഏത് ലോകമാണുള്ളത് അല്ലെ? വേറെ ഏത് ലോകത്തിലാണെങ്കിലും നമുക്ക് ഭയം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പത്മഭൂവായ ബ്രഹ്മാവ് പോലും തന്റെ ജീവിത കാലയളവായ 2 പരാർത്ഥങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന നാശത്തെക്കുറിച്ച് ഓർത്ത് അവിടത്തെ ഭയന്നവനായി സത്യലോകത്തിൽ പോലും സുഖമായി കഴിയുന്നില്ല. അപ്പം ബ്രഹ്മാവിന് എത്ര നാളത്തേക്കാണുള്ളത്? തന്റെ ജീവിത കാലയളവ് 2 പരാർത്ഥങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ച്. അപ്പൊ 2 പരാർത്ഥങ്ങൾ വരെ ബ്രഹ്മാവിന് പോലും ആ ഒരു ജീവിതമുള്ളൂ അല്ലെ, ബ്രഹ്മാവായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ 2 പരാർത്ഥം കഴിയുമ്പോൾ ബ്രഹ്മാവ് അവിടെ ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് വരെ ഓർത്ത ബ്രഹ്മാവ് വരെ വിഷമിക്കുകയാണ്. ആ ബ്രഹ്മാവിന്റെ കഥ എന്നിരിക്കെ അധർമ്മത്താൽ അനേകം പാപങ്ങൾ സമ്പാദിച്ച് നരകം അർഹിക്കുന്നവരുടെ കഥ എന്താവും? അപ്പൊ അധർമ്മത്താല് നരകമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ കഥ എന്താവും അല്ലെ? നരകത്തിൽ പോയി കിടന്ന് നമുക്ക് നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും അല്ലെ? ഓരോരുത്തർക്ക് നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുമല്ലേ? അതിനാൽ അല്ലയോ വരദനും ദയാലുവും ദുഃഖിതരുടെ ബന്ധുവുമായ ഭഗവാനെ, അവിടുന്ന് അടിയന്റെ സംസാര ബന്ധങ്ങളെ ഇല്ലാതാക്കണമേ. അപ്പം അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ഈ സംസാര ബന്ധനങ്ങളെ ഇല്ലാതാക്കണമേ ഭഗവാനെ എന്ന് പറയുകയാണ്. അപ്പോ എന്താ പറയാ, എവിടെ ചെന്നാലും ഏത് ലോകങ്ങളിൽ ചെന്നാലും നമുക്ക് പ്രശ്നങ്ങളായിരിക്കും അല്ലേ? ചില ലോകങ്ങളിൽ ചെന്ന് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും, ചില അസുരന്മാർ വരും, അപ്പൊ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ചില ലോകങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രഹ്മലോകത്തിലാണെങ്കിൽ ബ്രഹ്മാവായിട്ടാണെങ്കിലും ബ്രഹ്മാവിനും ഇത്ര ഒരു സമയം വരെ ഉള്ളൂ കാലാവധി. അത് കഴിയുമ്പോൾ ബ്രഹ്മാവും ഇല്ലാതാവും. ആ ഒരു സമയം വരെ ഉള്ളൂ. അപ്പൊ ആ സ്ഥാനം ഇല്ലാതാവും. പിന്നെയും ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടി വരും. നമ്മുടെ ഏത് ലോകത്ത് പോയാലും എന്തെല്ലാം കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ എന്താ പറയാ, നല്ല കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു സ്ഥലവും ശാശ്വതമല്ല. വൈകുണ്ഠം മാത്രമാണ് ആ ശാശ്വതമായിട്ടുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അങ്ങയുടെ വൈകുണ്ഠത്തെ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഈ സംസാര ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. യഥാത്യാത്വന്മയസൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുവ്യാം തവതു വിചരിതൗ സ്വപ്നബോധോപമൗ തൗഹ ബന്ധേ ജീവദ്വിമുക്തിം ഗതവതി ചിദ്വിദാം താവതേകോ പുങ്ക്തേ ദേഹദ്രുമസ്തോ വിഷയഫലരസാൻ നാപരോ നിർവ്യതാത്മാ. അല്ലയോ വിഭുവായ ഭഗവാനെ,
വാസ്തവത്തിൽ അവിടുന്ന് തന്നെയായ അടിയന് ബന്ധവും മോക്ഷവും ഇല്ല തന്നെ. ഈ ബന്ധവും മോക്ഷവും അവിടെ തന്നെ മായയും അവിടത്തെ തന്നെ അവിദ്യയുമാകുന്ന ശരീരങ്ങളാൽ സ്വപ്നത്തിനും ബോധത്തിനും തുല്യമായി സൃഷ്ടിക്കപ്പെട്ടവയാണ്. ബന്ധനും മുക്തനും തമ്മിൽ ഇത്രയേ വ്യത്യാസമുള്ളൂ. ബന്ധനാകട്ടെ ശരീരമാകുന്ന വൃക്ഷത്തിലിരുന്ന് വിഷയഫലരസങ്ങൾ കഴിക്കുന്നു. മുക്തനാകട്ടെ അപ്രകാരം ശരീരമാകുന്ന വൃക്ഷത്തിലിരുന്ന് വിഷയരസങ്ങളെ കഴിക്കുന്നില്ല. അങ്ങനെ അവൻ ദുഃഖങ്ങളകന്ന ആത്മാവായി വിരാജിക്കുന്നു. അപ്പം പലതരത്തിലുള്ള ദുഃഖങ്ങളൊന്നും എന്താ പറയാ, ആ വിരക്തിയുള്ള ഭക്തന് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലേ. ആ ഭക്തൻ എപ്പോഴും ഭഗവത് ചിന്ത എപ്പോഴും ആ ഭഗവത് ചിന്ത ഉള്ളതുകൊണ്ട് ആ ഭക്തൻ എപ്പോഴും എന്തായിരിക്കും, ആ ഒരു മുക്തിയായിരിക്കും എപ്പോഴും കിട്ടുന്നത് അല്ലേ. മറ്റുള്ള വിഷയങ്ങളൊന്നും ബാധിക്കുകയില്ല. എപ്പോഴും ആ ഭക്തന്റെ മനസ്സിൽ എപ്പോഴും ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അത് തന്നെയാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു വൃക്ഷത്തിലിരുന്നുള്ള വിഷയരസങ്ങളെ ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ അവൻ ദുഃഖങ്ങൾ അകന്ന ആത്മാവായി വിരാജിക്കുന്നു. അങ്ങനെ സർവ്വവിധമായിട്ടുള്ള ദുഃഖങ്ങൾ ഇതെല്ലാം ഈ ഉണ്ട് എങ്കിൽ കൂടിയും ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം എന്ന് പറയുന്നത് അതാണ്. ഇതെല്ലാം ഉണ്ട്, ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പലരും പലതും വന്ന് പറയുന്നുണ്ട്, എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരുവന് എന്താണ്, ദുഃഖങ്ങളെയെല്ലാം ഈ ഭൂമിയിലുള്ള ഭൗതിക ലോകത്തുള്ള ദുഃഖങ്ങളെയെല്ലാം അകന്ന് ആ ഒരു മുക്തി പോലെ വിരാജിക്കുന്ന, മുക്തി പോലെയുള്ള ആ ആത്മാവായിട്ട് വിരാജിക്കാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ മുന്നേ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രീബുദ്ധന്റെ കഥ. ശ്രീബുദ്ധന്റെ അടുത്ത് വന്നിട്ട് ശ്രീബുദ്ധൻ ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോൾ ശ്രീബുദ്ധന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ശ്രീബുദ്ധനെ ഒരുപാട് ചീത്ത വിളിക്കുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ അങ്ങ് പോവും. എന്നിട്ട് ബുദ്ധൻ ഇതിലൊന്നും പ്രതികരിക്കില്ല. അപ്പോൾ ശിഷ്യൻ വന്നിട്ട് ശ്രീബുദ്ധന്റെ ശിഷ്യൻ വന്നിട്ട് ചോദിക്കും, അങ്ങേ ഇത്രയൊക്കെ അപമാനിച്ച് പറഞ്ഞില്ലേ, ഇത്രയൊക്കെ ഇത് പറഞ്ഞിട്ടും അസഭ്യങ്ങൾ പറഞ്ഞിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ശ്രീബുദ്ധൻ പറയുന്ന മറുപടി ഇതാണ്, അത് ഞാൻ കണ്ടതുമില്ല കേട്ടതുമില്ല, അപ്പോൾ എനിക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞതുമില്ല, എന്നെ ആരെങ്കിലും പറഞ്ഞു എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചതുമില്ല. അപ്പം എന്നെ അത് ബാധിക്കുന്നതല്ല, അത് അയാളുടെ കർമ്മമാണ്, അതിന്റെ കർമ്മഫലം അദ്ദേഹത്തിന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞതുമില്ല കേട്ടതുമില്ല എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ശ്രീബുദ്ധൻ പറയുന്നത്. അതായത് നമ്മൾ പലതും സംഭവിച്ചാലും നമ്മെ അതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളൊരു ആ ഒരു ഇതിലേക്ക് വരിക. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു ശാന്തത ഉണ്ടാവുന്നത്, അവിടെ ഒരു മുക്തി പോലെ നമുക്ക് ലഭിക്കുന്നത്. അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മുക്തി, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ, എല്ലാം വരുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മെ ബാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിൽ എത്തുക എന്നുള്ളത്. ജീവമുക്തത്വമേവം വിധമിതി വചസാഖിലം ഫലം ദൂരദൂരേ തന്നാമാശുദ്ധ ബുദ്ധേർനാചാലഘുമനസഃ ശോധനം ഭക്തിനോ ഹ്യാത് തന്മേ വിഷ്ണോ കൃഷിഷ്ടാസ്ത്വയി കൃതസകൽപ പ്രാപണം ഭക്തിവാരം യേന സ്യാമംശു കിഞ്ചിത് ഗുരുവചനമിളത്തത് പ്രബോധസ്തുതാത്മാ. ജീവമുക്തനായ ഒരുവന്റെ അവസ്ഥ ഇപ്രകാരമാണ് എന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിൽ എന്താണ് ഫലം? അന്തരംഗ ശുദ്ധിയില്ലാത്ത ഒരുവന് ആ അവസ്ഥ വളരെ അകലത്താണ്. ഭഗവത് ഭക്തി മാത്രമാണ് അന്തരംഗ ശുദ്ധി വരുത്താനുള്ള എളുപ്പ വഴി. അതിനാൽ അല്ലയോ വിഷ്ണു ഭഗവാനെ, അങ്ങയിൽ സകല കർമ്മങ്ങളും സമർപ്പിച്ചുകൊണ്ടുള്ള ദൃഢഭക്തി അടിയന് ഉണ്ടാക്കണമേ. അല്പമാത്രമായ ഗുരുപദേശം കൊണ്ടു തന്നെ ലഭിക്കുന്ന പരമാത്മ ബോധത്താൽ ബ്രഹ്മൈക്യം നേടി അടിയൻ മോക്ഷം പ്രാപിച്ചുകൊള്ളാം. അപ്പം അടിയനില് ഭഗവാനിൽ തന്നെ ആ ഒരു ഇത് വരണേ, അങ്ങനെ വന്നിട്ട് ഭഗവാനിൽ ആ ഒരു മോക്ഷം പ്രാപിച്ചു കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. അന്തരംഗ ശുദ്ധിയില്ലാത്ത ഒരുവന് ആ അവസ്ഥ വളരെ അകലത്താണ് അല്ലെ. അപ്പം ഭഗവാനിലേക്ക് വരിക എന്നുള്ള ആ ഒരു അവസ്ഥ അന്തരംഗ ശുദ്ധിയില്ലാത്ത ഒരാൾക്ക് വളരെ അകലത്തിലാണ്. എന്നാൽ ആ ഒരു ശ്രദ്ധ ഭഗവാനിലേക്ക് വരിക, ഭഗവാനിലേക്ക് ആ ഒരു ഇത് വരുമ്പോഴാണ് അവിടെ നമുക്ക് മുക്തി ലഭിക്കുന്നത്. അങ്ങനെ ആ മുക്തി ലഭിച്ചോളാം, അടിയൻ ആ മോക്ഷത്തെ പ്രാപിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇല്ലാതാക്കി ഭഗവാനിന്റെ ശ്രദ്ധ മുഴുവൻ ആ ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്തിക്കുമ്പോൾ അടിയന് ഇതിൽ നിന്നും എന്താ പറയാ, ഗുരുപദേശം കൊണ്ട് ലഭിക്കുന്നത് പോലെ തന്നെയുള്ള പരമാത്മ ബോധത്താൽ ബ്രഹ്മൈക്യം നേടിയിട്ട് അടിയൻ മോക്ഷം പ്രാപിക്കുന്നതാണ്. നമ്മൾ മോക്ഷം പ്രാപിച്ചു കൊള്ളുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശബ്ദ ബ്രാഹ്മണ്യബിഹ പ്രിയതമനസ്ത്വം ന ജാനന്തി കേചിത് കഷ്ടം വന്ധ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രദേ നിഷ്പ്രസൂദീംഹ
യസ്യാ വിശ്വാഭിരാമ സകലകമഹര ദിവ്യലീലാവതാരഃ സച്ചിസാന്ദ്രം ച രൂപം തവന നിഗദിതം താംന വാചം പ്രിയാസം. അല്ലയോ ഭഗവാനെ, ഈ ലോകത്ത് വേദശാസ്ത്രങ്ങളിൽ മനസ്സ് മുഴുകി പ്രയത്നിക്കുന്നവരാണെങ്കിലും പലരും അവിടത്തെ അറിയുന്നേയില്ല. പ്രസവിക്കാത്ത പശുവിനെ ദീർഘകാലമായി പോറ്റുന്നത് പോലെ അവർ നിഷ്ഫലമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിശ്വത്തെ ആകർഷിക്കുന്നതും സർവ്വ പാപഹരങ്ങളുമായ ലീലാവതാരങ്ങളും സച്ചിത് സാന്ദ്രമായ ബ്രഹ്മസ്വരൂപവും വിവരിക്കുന്ന ശ്രേഷ്ഠമായ വാക്കുകളല്ലാതെ മറ്റൊന്നും അടിയനെ ഭരിക്കാനിടയാക്കരുതേ. അപ്പം എന്താ പറയുന്നത്, പലരും പല കാര്യങ്ങളിൽ ഭൗതികമായിട്ടുള്ള പണം സമ്പാദിക്കുന്നതിന്റെ പുറകെ, അല്ലെങ്കിൽ അത് വാങ്ങുന്നതിന്റെ പുറകെ, അങ്ങനെ പല പല കാര്യങ്ങളിലും മുഴുകി മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്, ഭഗവാന്റെ ആ തത്വത്തെ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല, ഭഗവാനെ കുറിച്ച് അറിയുന്നില്ല, അല്ലേ? അപ്പം പ്രസവിക്കാത്ത പശുവിനെ ദീർഘകാലമായി പോറ്റുന്നത് പോലെ അവർ നിഷ്ഫലമായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഭൗതികമായിട്ടുള്ള വീട് വെക്കണം, കാശുണ്ടാക്കണം, അത് വാങ്ങണം, അങ്ങനെ ഭൗതികമായിട്ടുള്ള ഇതിന്റെ പുറകെ പോയി ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ടും മറക്കുകയാണ്. അപ്പൊ അങ്ങനെയൊന്നും അടിയനെ അങ്ങനെ ഭഗവാനെ മറക്കാതെ അതിലൊന്നും പോയി ബ്രഹ്മസ്വരൂപം ശ്രേഷ്ഠമായ വാക്കുകളെ, ഭഗവാന്റെ ലീലാവതാര കഥകളും അതുപോലെ സച്ചിത് സാന്ദ്രമായ ബ്രഹ്മസ്വരൂപവും വിവരിക്കുന്ന ശ്രേഷ്ഠമായ വാക്കുകളും അല്ലാതെ മറ്റൊന്നും അടിയനെ ഭരിക്കാൻ ഇടയാക്കളെ. വേറുള്ള ഒരു കാര്യങ്ങളും, ഭഗവാന്റെ കാര്യങ്ങളും ഭഗവത് ചിന്തകളും അങ്ങനെയുള്ള ശ്രേഷ്ഠമായ കാര്യങ്ങളും അല്ലാതെ മറ്റൊന്നും തന്നെ എന്നെ ഭരിക്കാൻ, മറ്റൊന്നും ഭരിക്കാനുള്ള ഇടയാക്കരുതേ എന്നാണ് ഇവിടെ പറയുന്നത്. യോ യാവാൻ യാദൃശോ വാ ത്വമപി കിമപി നൈവാവഗച്ഛാമി ഭൂയന്നേവം ഭൂമന്നേവം ചാനന്യഭാവസ്തനുഭജ മേവാന്ദ്രിയേ ചൈദ്യവാര്യൻ ത്വല്ലിംഗാനാം ത്വദ്ഗിംഗ്രീ പ്രിയജനസദസാം ദർശന സ്പർശനാദീർ ഭൂയാത്മേ തത്പ്രപൂജാനനിതു ത്രിഗുണാ കർമാനുകീർത്യാദരോഹപി. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, അവിടുത്തെ രൂപവും മഹത്വവും ധർമ്മവും ഒന്നും അടിയൻ അറിയുന്നില്ല. അല്ലയോ അസുരവൈരി, എങ്കിൽ പോലും മറ്റൊന്നിലും മനസ്സുറപ്പിക്കാതെ അവിടുത്തെ സ്മരണയിൽ മുഴുകിയവനായി അടിയൻ കഴിഞ്ഞുകൊള്ളാം. അവിടുത്തെ വിഗ്രഹം, ചിത്രം തുടങ്ങിയ പ്രതീകങ്ങളെ ദർശിക്കാനും സ്പർശിക്കാനും അവിടുത്തെ ഭക്തരുടെ സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും അടിയന് കഴിയണേ. അവിടുത്തെ പൂജ, നമസ്കാരം, സ്തുതി, ഗുണകർമ്മ കീർത്തനങ്ങൾ എന്നിവയിൽ അത്യധികമായ ആദരം അടിയന് ഉണ്ടാക്കണമേ. അപ്പം സർവവ്യാപിയായ ഭഗവാനെ, അവിടുത്തെ രൂപവും മഹത്വവും ധർമ്മവും ഒന്നും അടിയൻ അറിയുന്നില്ല. അല്ലയോ അസുരവൈരി, എങ്കിൽ പോലും മറ്റൊന്നിലും മനസ്സുറപ്പിക്കാതെ അവിടുത്തെ സ്മരണയിൽ മുഴുകിയവനായി അടിയൻ കഴിഞ്ഞുകൊള്ളാം. അപ്പൊ ഭഗവാന്റെ ആ സ്മരണയിൽ മുഴുകിക്കൊണ്ട് അടിയൻ കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുകയാണ്. അവിടുത്തെ വിഗ്രഹവും ചിത്രങ്ങളും ഒക്കെ സ്പർശിക്കാനും അതിലൂടെ എന്താണ് ആ സ്മരണയിൽ, ഭഗവാന്റെ സ്മരണയിൽ മുഴുകിക്കൊണ്ട് കഴിയാനും ഭഗവാന് പൂജയും നമസ്കാരങ്ങളും ഒക്കെ ചെയ്യാനും ഭഗവാന്റെ ഭക്തരുമായിട്ടുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള ഭാഗ്യം അടിയൻ ഉണ്ടാക്കി തരണേ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നാണ് മേൽപ്പത്തൂർ ഭട്ടത്തിരിപ്പാട് ഇവിടെ പറയുന്നത്. യദ്യലവ്യേദത്തതവാസമുപഹൃതം ദേവ ദാസോസ്മി തേഫഹം ത്വദ്ഗേഹാത്മാർജന്യം ഭവതു മമ മുഹൂഹ കർമ്മ നിർമായമേവഹ സൂര്യാഗ്നി ബ്രഹ്മാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തതാം ഭക്തിയോഗഃ. അല്ലയോ ഭഗവാനെ, അടിയനു ലഭിക്കുന്ന സർവ്വതും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. അടിയൻ അവിടത്തെ ദാസനാണ്. അവിടുത്തെ അമ്പലവും മറ്റും വൃത്തിയാക്കുന്ന കർമ്മങ്ങൾ മടിയേതുമില്ലാതെ നിരന്തരം ചെയ്യുവാൻ അടിയനു കഴിയട്ടെ. സൂര്യനിലും അഗ്നിയിലും ബ്രാഹ്മണനിലും ആത്മാവിലും ചതുർബഹുവായി പ്രകാശിക്കുന്ന അങ്ങയെ അടിയൻ പൂജിക്കുന്നു. അങ്ങയിൽ ഹൃദയമലിഞ്ഞു ചേരുന്ന ആർദ്രമായ ആ ഭക്തിയോഗം തന്നെ അടിയനിലേക്ക് എപ്പോഴും ഒഴുക്കണമേ. അപ്പൊ ഭഗവാന്റെ ക്ഷേത്രം വൃത്തിയാക്കാൻ, ഭഗവാന്റെ പൂജയ്ക്കുള്ള മാലകൾ കെട്ടാൻ, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഭഗവാന്റെ സേവയിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഭഗവത് ചിന്ത ഉണ്ടാവാൻ വേണ്ടിയിട്ട് അടിയനെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. അതുപോലെ പറയുന്നതാണ് ആർദ്രമായ ഭക്തിയോഗം തന്നെ അടിയനിലേക്ക് എപ്പോഴും ഒഴുക്കണം. അപ്പൊ ഭഗവാനിലേക്കുള്ള ആ ഒരു ആർദ്രമായിട്ടുള്ള ആ ഭക്തിയോഗം അടിയനിലേക്ക് ഒഴുക്കണമേ എന്നാണ് പറയുന്നത് ഇവിടെ. ഐക്യം ദേദാന ഹോമം വ്രത നിയമത പസ്സാംഗ്യ യോഗേർ ദുരാപം ത്വൽസംഗേനൈവ ഗോപ്യഃ കില സുകൃതിതമാഃ പ്രാപുരാനന്ദ സാന്ദ്രം ഭക്തേഷുന്യേഷു ഭൂയസ്വവി ബഹുമനുഷേ ഭക്തിമേവ ത്വമാസാം
തന്മേ ത്വത്ഭക്തിമേവ ദൃഢയ ഹരഗതാൻ കൃഷ്ണ വാതാലയേശ. ദാനം, ഹോമം, വ്രതം, ചര്യ, തപസ്, സംഖ്യയോഗം എന്നിവകളിലൂടെ ഒന്നും ലഭിക്കാൻ പ്രയാസമേറിയതാണ് അവിടത്തോടുള്ള ഐക്യം. എന്നാൽ ആ ഗോപികമാരാകട്ടെ അങ്ങേയുമായുള്ള സംഘം കൊണ്ട് തന്നെ പരമാനന്ദ സാന്ദ്രമായ ആ ഐക്യത്തെ പ്രാപിച്ചു. മറ്റുള്ള ഭക്തരെക്കാൾ സുഹൃത്തുക്കളായ ആ ഗോപികമാരുടെ ഭക്തിയെ അവിടുന്ന് ബഹുമാനിക്കുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അടിയന്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ. അപ്പൊ എന്താണ്? പലവിധത്തിലുള്ള ദാനം, ഹോമം, വ്രതം, ചര്യ, തപസ്, സാഖ്യയോഗം ഇവയൊന്നും കൂടാതെ തന്നെ ഭഗവാനിൽ ഒരു ഭക്തിഭാവം ഉണ്ടായിട്ട്, അതാണ് ഗോപികമാരുടെ ഭക്തി എന്ന് പറയുന്നത്. എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ, എപ്പോഴും ആ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിലുള്ള ആ ഗോപികമാരുടെ ഭക്തിയായിരുന്നു ഭഗവാൻ ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ള ആ ഒരു ഗോപികാഭാവത്തിലുള്ള ഭക്തിയും ആ ഗോപികമാരുടെ ഒരു ഭക്തിയും എപ്പോഴും അടിയന് തരണമേ. അങ്ങനെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് ജീവിച്ച് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കണേ ഗുരുവായൂരപ്പ എന്നിവിടെ പറയുകയാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഭഗവാനിലേക്ക് എത്താൻ സഹായിച്ചാൽ അങ്ങനെ അടിയന്റെ രോഗങ്ങളെയും എല്ലാം ഇല്ലാതാക്കണമേ എന്നിവിടെ പറയുകയാണ്. ഇനി ദശകം 95 ധ്യാനയോഗം അടുത്ത ക്ലാസ്സിൽ പറയാം. നമുക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. 95, 96, 97, 98, 99, 100 ദശകങ്ങളും കൂടെ ഉള്ളു ഇനി. അപ്പം ഇതാണ് പറയുന്നത്. അങ്ങനെ ഭഗവാനിലേക്ക് എത്താനുള്ള ആ ഒരു ഇത് ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ? അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ മായയാൽ തന്നെ നമുക്ക് എല്ലാം മറഞ്ഞിരിക്കുകയാണ്, അല്ലെ? ഏതാ ശരി, ഏതാ തെറ്റ്, എന്താണ് സത്യം, എന്താണ് കള്ളം, ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ളവരെ അത് മനസ്സിലാക്കുക. കുടുംബത്തിലുള്ളവർക്ക് ആ ഒരു തത്വബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതുപോലെ എല്ലാ നല്ലവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നല്ലതാവാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാനിലേക്ക് വരാൻ വേണ്ടിയിട്ട് വേണം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഭഗവാനിലേക്ക് ആ ഒരു ഭക്തി വന്ന് ഭഗവാനെ എപ്പോഴും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ ഗോപികമാരുടെ ആ ഒരു ഗോപീഭാവത്തിലുള്ള ഭക്തി ഉണ്ടായി അങ്ങനെ ഭഗവാനിലേക്ക് എത്താനുള്ള ഇത് വഴി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം. ഹരേ കൃഷ്ണ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളേ നോക്കാം കേട്ടോ. സൽമാൻ, ബിപിൻ കൃഷ്ണ, ഡുപാമൈൻ, അമ്പാടി ഉണ്ണി, ഫുഡീസ്, വേല, ഷിയക്സ്, ഏഞ്ചൽ, റിയ, രാമലിംഗം, മാ കൃഷ്ണൻ, വാനിഷ് സാൻ, ഇഫ് യുവർ പ്യാട്ട്, അമൽ ദേവ്, നസ്രീൻ, നിക്കു, മിസസ് ജസ്ലി, വിജയ്, പി ടി ആഡ് ട്രിവാൻഡ്രം, ജോൺ, അപ്പു കാസ്, ഹിത മുരുകൻ. മുരുകന്റെ കാര്യം, മുരുകൻ എന്നുള്ള പേര് വന്നപ്പോഴാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു മുരുകൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഞാൻ അവിടേക്ക് ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പം മയിൽപ്പീൽ ചൂടാത്ത കൃഷ്ണനാണ് മുരുകൻ എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഏത് ക്ഷേത്രത്തിലും ഇപ്പം ചിലർ ഭദ്രകാളി ഭക്തരായിരിക്കും, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെയാണെങ്കിലും അവര് ഭഗവാനിൽ തന്നെയാണല്ലോ, ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടാണല്ലോ ദേവിയിലേക്ക് പോകുന്നത്. അപ്പം എല്ലാം ഒരു ഇതിൽ തന്നെ ആണല്ലോ. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഭക്തി ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരു ഭക്തിയിൽ നിങ്ങൾ വരിക എന്നുള്ളതാണ്. അപ്പൊ എനിക്കിനി പറയാനുള്ള വേറൊന്നുമല്ല, ഇതിൽ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്, എനിക്കൊന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക ആരൊക്കെ ഏതൊക്കെ ഭക്തിയിലാണെന്ന്. ദേവി ഭക്തരുണ്ടെങ്കിൽ ഞാൻ ദേവി ഭക്തയാണ്, ഞാൻ ഈ ഭദ്രകാളി ദേവീനെയാണ് പൂജിക്കുന്നത് എന്ന് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുകയോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതല്ല മുരുക ഭക്തരാണെങ്കിൽ അങ്ങനെ അയക്കുക, ശിവഭക്തരാണെങ്കിൽ അങ്ങനെ, ഇനി ശ്രീകൃഷ്ണ ഭക്തരാണെങ്കിൽ അങ്ങനെ, ഏതാണെങ്കിലും നിങ്ങൾ എനിക്ക് അയക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതിനുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. രാജു, അരുൺ പൊന്നു, ലിൻ ടോഗ, ബ്ലെസ്സിങ് ദാസ്, അയാം ആഷിഖ്, മായ, സഞ്ജു, രേവതി, അരുണിമ. ഹരേ കൃഷ്ണ.
സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ജയ ശ്രീ രാധേശ്യാം.